പരിശുദ്ധമായ ഹിജറ 1445 നിന്ന് 46 നമ്മൾ പ്രവേശിച്ച ഈ ഒരു അവസരത്തിൽ പുതിയ ഒരു വർഷത്തിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം നിങ്ങൾക്കറിയോ? അത്ഭുതമാണ്. കേട്ടുകഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ പ്രവേശിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിച്ചു പോകും. അത്രത്തോളം അത്ഭുതകരമാണ്. വളരെയധികം പ്രത്യേകതകളുള്ള ഈ രാവിന്റെയും പകലിന്റെയും മഹത്വം അറിയാനും അമല് ചെയ്യാനും പുണ്യങ്ങൾ നേടാനും ഈ ഒരു വലിയ അവസരം ഉപയോഗപ്പെടുത്താനും ഈ വീഡിയോ മുഴുവനായും കേൾക്കുകയും അമൽ ചെയ്യുകയും ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സഫലമാക്കട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ആഖിബത്ത് നന്നായി ഈമാനോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധമായ ഹിജറ കലണ്ടർ പ്രകാരം ഒരു വർഷം നമ്മോട് വിട പറഞ്ഞ് പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. പുതിയ വർഷത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും നാം അനുഭവിക്കാനിരിക്കുകയാണ്. ഹിജറ 1445 വിട പറഞ്ഞു. ഹിജറ 1446 ആദ്യത്തെ വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹുവേ എത്രയും പെട്ടെന്ന് ആ വെള്ളിയാഴ്ച രാവിലേക്കും പകലിലേക്കും ഞാനൊന്ന് പ്രവേശിച്ചിരുന്നെങ്കിൽ, മഗ്‌രിബ് ബാങ്ക് വിളിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിച്ചു പോകുന്ന രൂപത്തിലുള്ള അത്ഭുതകരമായ പ്രത്യേകതകളാണ് ഈ നാം വരാനിരിക്കുന്ന ഈ രാവിലും പകലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ മുഴുവനായും കേൾക്കുക, മഹത്വം മനസ്സിലാക്കുക, അമല് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഹിജറ 1446 ആദ്യത്തെ വെള്ളിയാഴ്ച രാവിന്റെയും പകലിന്റെയും മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഏറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടുന്ന അല്ലാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമുണ്ട്. ഏതാണെന്നറിയും? ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 1445 നിന്ന് 46 നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമുണ്ട്. അത് അല്ലാഹു നമുക്ക് നൽകിയ സമയമാണ്. ഓരോ വർഷവും നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ അല്ലാഹു നമുക്ക് നൽകിയ ആയുസ്സിൽ നിന്ന്, സമയത്തിൽ നിന്ന് ഓരോ വർഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മരണത്തിലേക്ക് നാം ഒരു വർഷം കൂടി അടുത്തിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് നൽകിയ നിസ്തുല്യമായ അനുഗ്രഹമാണ് സമയം എന്നുള്ളത്. 1000 രൂപ നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു പിടിക്കാം, 10,000 രൂപ നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചടിക്കാം, 1,00,000 1 കോടിയും നഷ്ടപ്പെട്ടാലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. എന്നാൽ 1000 കുതിരശക്തികളെ കൊണ്ടുവന്ന് പട നടത്തിയാലും 1000 ചങ്ങലക്കെട്ടുകളെ കൊണ്ട് വലിച്ചിഴച്ചാലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ അനുഗ്രഹം അത് അല്ലാഹു നമുക്ക് നൽകിയ സമയമാണ്. സമയത്തിന് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ യാചിക്കുന്ന 2 സന്ദർഭമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒന്നാമത്തെ സന്ദർഭം അത് മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ ഇസ്രായേൽ വരുമ്പോഴാണ്. അല്ലാഹുവോട് മനുഷ്യന്മാര് പറയുവത്ര, അല്ലാഹുവേ ഒരല്പസമയം കൂടി എന്നെ പിന്തിക്കുമോ? അല്ലാഹു പറയുവത്ര, വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവന് അനുവദിച്ച അവധി എത്തിയാൽ അല്ലാഹ് പിന്നെ ഒരു നിമിഷം പോലും പിന്തിക്കൂല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. സമയത്തിന് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ യാചിക്കുന്ന ഒന്നാമത്തെ സന്ദർഭം അതാണ്. രണ്ടാമത്തെ സന്ദർഭം ഏതാണെന്നറിയോ? വഹും യസ്തരിഖൂന ഫീഹാ. നരകാവകാശികൾ നരകത്തിൽ കിടന്ന് അലമുറയിടുന്ന നിമിഷമാണ്. റബ്ബനാ അഖ്രിജ്നാ, ഒരവസരം കൂടി തരുമോ? ഒരിക്കൽ കൂടി ഞങ്ങൾ ദുനിയാവിലേക്ക് അയക്കുമോ? അല്ലാഹുവോട് സമയത്തിന് വേണ്ടി മനുഷ്യന്മാരെ യാചിക്കുന്ന രണ്ടാമത്തെ സന്ദർഭത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അല്ലാഹ് അനുഭവിക്കാനും ഉപയോഗപ്പെടുത്താനും അവസരങ്ങൾ തന്നില്ലേ, ഇനി നിങ്ങൾ ഞാൻ മടക്കി അയക്കൂല എന്ന് അല്ലാഹ് പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അപ്പൊ സമയത്തിന് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ യാചിക്കുന്ന 2 സന്ദർഭമുണ്ട്. ഒന്ന് മരണമാണ്, മറ്റൊന്ന് പരലോകത്ത് നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഏറ്റവും നിസ്തുല്യമായ അനുഗ്രഹം അത് നമ്മുടെ ജീവിതത്തിന്റെ സമയമാണെന്ന് തിരിച്ചറിയുകയും
ആ സമയത്തിൽ നിന്ന് ഒരു വർഷമാണ് അടർന്നു പോയത്, മരണത്തിലേക്ക് ഒരു വർഷമാണ് നാം അടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടുന്ന നിമിഷത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടൊരു വർഷം നമ്മിൽ നിന്ന് വിട പറഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് ആ ഒരു പുതിയ വർഷത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും അനുഭവിക്കാനിരിക്കുമ്പോൾ നാം അനുഭവിക്കാനിരിക്കുന്ന ഈ രാവിന്റെയും പകലിന്റെയും മഹത്വം നാം എണ്ണിപ്പറയുമ്പോൾ ഒന്നാമത്തെ മഹത്വം എന്താണെന്നറിയോ? ഈ വെള്ളിയാഴ്ച രാവും ഈ വെള്ളിയാഴ്ച പകലും ഈ വർഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലുമാണ് എന്നുള്ളതാണ്. ആദ്യത്തെ ഒന്നാമത്തെ 12 മാസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത്. ആ 12 മാസങ്ങളിൽ ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള ആദ്യത്തെ മാസം മുഹറമാണ്, പരിശുദ്ധമായ മുഹറമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഹിജ്റ കലണ്ടർ ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഒരു ഹിജ്റ കലണ്ടറിന് തുടക്കം കുറിക്കണമെന്ന് സഹാബാക്കൾ ആലോചിക്കുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവും അനുയായികളും ഒരുമിച്ച് കൂടി അവർ ചർച്ച ചെയ്തു, ഇന്ന് മുതൽ നമുക്ക് തുടങ്ങണം, ഏത് ദിവസം മുതൽ നമുക്ക് തുടക്കം കുറിക്കണം എന്നവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അനുയായികൾ എല്ലാവരും കൂടി ഒരു ദിവസം തിരഞ്ഞെടുക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യ ദിവസം എന്ന് പറഞ്ഞൊരു ദിവസമുണ്ടല്ലോ, ഏതാണത്? ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ. ആദ്യ ദിവസം, പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആദ്യത്തെ ദിവസം. ആ ആദ്യത്തെ ദിവസത്തെ നമുക്ക് ഹിജ്റ കലണ്ടറിന്റെ ഒന്നാമത്തെ വർഷമായി തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധമായ ഹിജ്റ, ആ ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള മാസങ്ങളുടെ ഒന്നാമത്തെ മാസം പരിശുദ്ധമായ മുഹറമാണ്. ആ പരിശുദ്ധമായ പവിത്രമായ മുഹറം മാസത്തിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നാം അനുഭവിക്കുമ്പോൾ ഈ വർഷത്തിന്റെ തുടക്കം തന്നെ നന്നാകട്ടെ. ഒരു വർഷത്തിന്റെ തുടക്കം നന്നായി കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും നന്നാകാൻ അത് കാരണമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വർഷത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ പ്രത്യേകത, നാം അനുഭവിക്കാനിരിക്കുന്ന ഈ വെള്ളിയാഴ്ച രാവും പകലും പരിശുദ്ധമായ മാസം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമായ മുഹറമിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മിൻഹാ അർബഅത്തുൻ ഹുറും. 4 മാസങ്ങളെ അല്ലാഹു പവിത്രമാക്കി, അതിൽ 3 മാസങ്ങൾ ചേർന്ന് കിടക്കുന്നതാണ്. ദുൽഹിജ്ജ, മുഹറം, ഒരു മാസം ഒറ്റപ്പെട്ട് കിടക്കുന്നതാണ്, അത് പരിശുദ്ധമായ റജബാണ്. അപ്പൊ ചേർന്ന് കിടക്കുന്ന 3 മാസങ്ങളിലെ ഒടുവിലത്തെ മാസം പരിശുദ്ധമായ മുഹറം, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പവിത്രമെന്ന് പറഞ്ഞ മാസമാണ്. ആ പവിത്രമായ മാസത്തിൽ നാം ഇബാദത്തുകൾ എടുക്കുമ്പോൾ, നാം സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. ഒരുപാട് പ്രതിഫലമാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. മറ്റു മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകതകളാണ്, പ്രതിഫലങ്ങളാണ്. നന്മയുടെ തട്ട് ഭാരമുള്ളതാക്കാനുള്ള അവസരമാണ്. അങ്ങനെയുള്ള പവിത്രമാക്കപ്പെട്ട മാസത്തിലെ ഒരു വെള്ളിയാഴ്ച രാവ് ഒരു വെള്ളിയാഴ്ച പകലുമാണ് നാം അനുഭവിക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? മുഹറമിന്റെ ആദ്യത്തെ 10 വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലുമാണ്. മുഹറമിന്റെ ആദ്യ 10 ഒരേ ഒരു വെള്ളിയാഴ്ച രാവും പകലുമാണ് നമുക്ക് കിട്ടാനുള്ളത്. അത് ഈ നാം അനുഭവിക്കാനിരിക്കുന്ന ഈ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലുമാണ്. 3 10 പരിശുദ്ധമായ ഇസ്ലാമിൽ വളരെയധികം മഹത്വമുള്ള 10കളാണ്. 3 10 വളരെയധികം ശ്രേഷ്ഠതയുള്ള പരിഗണിക്കേണ്ടുന്ന 10കളാണ്. അതിൽ ഒന്നാമത്തെ 10 പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10ആണ്. രണ്ടാമത്തെ 10 പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10ആണ്. മൂന്നാമത്തെ 10 പരിശുദ്ധമായ മുഹറമിന്റെ ആദ്യത്തെ 10ആണ്. ഈ മുഹറമിന്റെ ആദ്യത്തെ 10ലാണ് അള്ളാഹുവിന്റെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിയ ആശുറ ഉള്ളത്. അങ്ങനെയുള്ള മുഹറമിന്റെ ആദ്യ 10 വെള്ളിയാഴ്ച രാവാണ് നാം അനുഭവിക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കടന്നു വരുന്ന വെള്ളിയാഴ്ച രാവിന്റെയും വെള്ളിയാഴ്ച പകലിന്റെയും മൂന്നാമത്തെ പ്രത്യേകത.
അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ പ്രത്യേകത നമുക്കറിയാം, ഈ വരാനിരിക്കുന്ന രാവും പകലും ഇജാബത്തിന്റെ രാത്രിയാണ്. ഇമാമുനാ ശാഫിഈ റഹിമഹുല്ല പരിചയപ്പെടുത്തിയതുപോലെ 5 രാത്രികൾക്ക് ഇജാബത്തുണ്ട്. അതിൽപ്പെട്ടൊരു രാത്രി വെള്ളിയാഴ്ച രാവാണ്. ആ വെള്ളിയാഴ്ച രാവാണ് നമ്മിലേക്ക് കയറി വരുന്നത്, നാം അനുഭവിക്കാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പുതിയ ഒരു വർഷത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും നാം അനുഭവിക്കാനിരിക്കുമ്പോൾ അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഒരു ദുആ നമ്മൾ പരിചയപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ്. ഓരോ മഗ്രിബിയിലേക്കും നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, ഓരോ അസ്തമയത്തിലേക്കും നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ചൊല്ലേണ്ടുന്ന അത്ഭുതകരമായൊരു ദുആ ഉണ്ട്. ഈ ഒരു ദുആ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഇജാബത്ത് അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ എവിടേക്കും പോകേണ്ട കാര്യമില്ല. അള്ളാഹു നിങ്ങളുടെ ദുആഇന് ഉത്തരം നൽകും. അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കും. അങ്ങനെയുള്ളൊരു ദുആ ഈ വർഷത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ, പരിശുദ്ധമായ മുഹറമിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന മുഹറമിലെ ആദ്യ 10 വെള്ളിയാഴ്ച രാവിൽ, ദുആക്ക് ഇജാബത്തുള്ള വെള്ളിയാഴ്ച രാവിൽ ഈ ഒരു ദുആ കൂടി ചൊല്ലിക്കൊണ്ട് നമ്മൾ ഇബാദത്തുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ, സ്വലാത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഖുർആൻ പാരായണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പ് സമർപ്പിക്കാനുള്ള അവസരങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കിട്ടാൻ സാധ്യതയുള്ള, വളരെ ഉപകാരപ്രദമായ, ഇജാബത്തിന് വളരെയധികം സാധ്യതയുള്ള അത്ഭുതകരമായൊരു ദുആ. ഏതാണ് ദുആ? അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക വ ഇദ്ബാറു നഹാരിക വ അസ്വാതു ദുആതിക ഫഗ്ഫിർ ലീ എന്നുള്ളതാണ്. അല്ലാഹുവേ, രാത്രി ഇതാ മുന്നിട്ട് വന്നിരിക്കുന്നു, പകലിതാ പിന്നിട്ടിരിക്കുന്നു, ഞാനിതാ ദുആഇന്റെ നടുമധ്യത്തിലാണ്. ഇനി പ്രാർത്ഥനകളിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്. ഇനി നിന്റെ മുമ്പിലേക്ക് ഇബാദത്തുകളിലേക്കാണ് ഇനി ഞാൻ പ്രവേശിക്കുന്നത്. സൽക്രമങ്ങളിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്. അല്ലാഹുവേ, എന്നെ നീ സ്വീകരിക്കണേ. ഈ രാവിന്റെയും പകലിന്റെയും ബറക്കത്ത് കൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ കർമ്മങ്ങളും, എല്ലാ പ്രാർത്ഥനയും, എല്ലാ ചോദ്യവും, എല്ലാ ആഗ്രഹവും നീ സഫലമാക്കണേ എന്നൊക്കെ വളരെ നീണ്ട അർത്ഥമുള്ള അത്ഭുതകരമായ ദുആ എല്ലാ മഗ്രിബിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ദുആ നമുക്ക് ചൊല്ലാം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിൽ, പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ നമ്മളത് വിട്ടുപോകാൻ പാടില്ല, മറന്നുപോകാൻ പാടില്ല. ഭയങ്കരമായ നഷ്ടം തന്നെയായിരിക്കും മറന്നുപോയി കഴിഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഭവിക്കാനിരിക്കുന്ന വെള്ളിയാഴ്ച രാവിന്റെയും പകലിന്റെയും മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിലേക്ക് അടുക്കാനും കരങ്ങൾ ഉയർത്താനും നമ്മുടെ ആഗ്രഹങ്ങൾ പറയാനും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.